നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. AIADMK, DMK എന്നീ ദ്വന്ദ്ങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തമിഴ് രാഷ്ട്രീയം BJPയുടെ വരവോടുകൂടി ഇപ്പോൾ ആടിയുലയുകയാണ്. നമുക്കറിയാം, ജയലളിത എന്ന സാരഥി, അമ്മ എന്ന ആ ഒരു മുഖം നഷ്ടപ്പെട്ടതോടുകൂടി ഈ AIADMK എന്ന കരുത്തുറ്റ പാർട്ടിയും അതിന്റെ പ്രവർത്തകരുമൊക്കെ കപ്പിത്താനില്ലാത്ത ഒരു കപ്പലിൽ അകപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് BJP തമിഴകത്ത് വേരുറപ്പിച്ചു തുടങ്ങിയത്. AIADMKയിൽ നിന്നും O പനീർസെൽവത്തെയും അതിനോടൊപ്പം തന്നെ പട്ടാളി മക്കൾ കക്ഷിയെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സഖ്യത്തിൽ അവരെ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് ഈ AIADMKയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ എടപ്പാടി പളനിസ്വാമിക്കെതിരെയുള്ള പോരാട്ടത്തിന് തന്നെയാണ് അണ്ണാമലൈ നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒന്നും കാര്യമായ അധികാരമില്ലാത്തതിനാൽ തന്നെ അണികളെ പിടിച്ചു നിർത്തുക എന്നത് ഈ AIADMKയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിടുകയാണെങ്കിൽ AIADMK എന്ന പാർട്ടി തന്നെ ഒരുപക്ഷെ തമിഴകത്ത് നിന്നും അപ്രത്യക്ഷമായേക്കാം. AIADMKയുടെ മണ്ണുകൾ താമരക്കുളത്തിലേക്ക് എത്തും എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് BJPയും AIADMKയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം ഉണ്ടായത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ തമിഴകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന ഇന്റലിജൻസ് പങ്കുവയ്ക്കുന്ന റിപ്പോർട്ട്. നമുക്കറിയാം, മുൻപ് കോയമ്പത്തൂർ AIADMKയുടെ ഒരു കോട്ടയായിരുന്നു. ഈ ശക്തി കേന്ദ്രത്തിലേക്ക് BJP കണ്ണുവെക്കുമ്പോൾ അത് പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ AIADMKയ്ക്ക് വരുന്നുണ്ട്. മാത്രമല്ല, AIADMK ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കോയമ്പത്തൂർ, നീലഗിരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP കളത്തിലിറക്കിയിരിക്കുന്നത് കരുത്തരെ തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് നീലഗിരിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി L മുരുകൻ പത്രികാ സമർപ്പണം നടത്തുന്നതിനിടയിൽ വലിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായത്. കോയമ്പത്തൂരിലും ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം അവിടെയും മത്സരത്തിന് ഇറങ്ങുന്നത് BJPയുടെ അമരക്കാരൻ തന്നെയാണ്. നിലവിൽ മറ്റൊരു തന്ത്രം കൂടി ഇതിനൊക്കെ പിന്നിലുണ്ട്. അണികൾക്കിടയിൽ കാര്യമായ ശത്രുത വളർത്തിക്കൊണ്ട് ഈ AIADMKയിലുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ BJPയിലേക്കുള്ള ഒഴുക്ക് തടയുക എന്ന ഒരു തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട്. ഒരു കാലത്ത് ഒന്നിച്ചു നിന്ന ആളുകൾ AIADMKയും BJPയും ഇപ്പോൾ സഖ്യം തിരിഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് തമിഴ് രാഷ്ട്രീയം നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും AIADMKയ്ക്ക് മുന്നിലുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ AIADMKയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും BJP തമിഴകത്ത് ശക്തി പ്രാപിക്കുന്നു. ഇത് മാത്രമല്ല, തമിഴ് നടൻ വിജയ് ഉൾപ്പെടെയുള്ള താരങ്ങൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് AIADMK തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തമിഴകത്ത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, പ്രത്യേകിച്ചും BJPയും AIADMKയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.